Hi friends, welcome back to my channel Edits for Videos. എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഞാനിന്നൊരു സ്പെഷ്യൽ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ ചിക്കനാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 500 ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈക്ക് വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്, നൈസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ മീറ്റ് മസാലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയും ഉപയോഗിക്കാം. ഇത് ആവശ്യത്തിനൊരു അല്പം ഇട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഞാൻ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചതക്കിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു പകുതി ചെറുനാരകം കൂടി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ അതില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കാം. ഇനിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്ലൈസ് ആക്കി എടുക്കുക. റൗണ്ടിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. ഒരു മീഡിയം ടൈപ്പിൽ സ്ലൈസ് ആക്കിയാൽ മതി. ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൂസിൽ കലക്കിയെടുക്കാം. ഇനി ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഈ ഒരു മിക്സിലേക്ക് പൊതിർത്തി വെക്കാം. ഇങ്ങനെ ഒരു അരമണിക്കൂർ പൊതിർത്തി വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാൻ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ ഈ ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ഭാഗം ഒന്ന് അടുപ്പിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി വെക്കുന്നുണ്ട്. ചിക്കൻ ഉൾപ്പെടെ കുത്തി വെക്കണം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത് വീണ് പോകും. അതുകൊണ്ട് ചിക്കനും കൂടെ വെച്ചിട്ട് കുത്തി വെക്കുക. ഇതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ ഈർക്കിൾ ഉപയോഗിച്ചിട്ട് കുത്തി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് എണ്ണ. അപ്പോൾ അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ്റെ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് വേഗം വെന്ത് കിട്ടും. അതുകൊണ്ടാണ് മറിച്ചിട്ടിട്ട് വേവിക്കാൻ പറയുന്നത്. ചിക്കൻ കുറച്ച് ടൈം എടുക്കുമല്ലോ വേവിക്കാൻ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇത് നല്ല ടേസ്റ്റി സ്നാക്കാണ്, അടിപൊളിയാണ്, നല്ല രസമുണ്ട് കഴിക്കാൻ, ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റമദാൻ സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കിക്കോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.